അല്ല, ഒരു പ്രതിരോധിക്കേണ്ട ആവശ്യമില്ലല്ലോ. അടൂർ പ്രകാശനെ ചോദ്യം ചെയ്ത മുഖ്യമന്ത്രിയും കൂടി ചോദ്യം ചെയ്യണം. അടൂർ പ്രകാശിന്റെ കാര്യം, അടൂർ പ്രകാശിന്റെ ഫോട്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുള്ള, ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടെന്നുള്ളതാണ്, വേറൊന്നുമില്ലല്ലോ. അടൂർ പ്രകാശായിട്ട് ബന്ധം. മുഖ്യമന്ത്രിയുടെ കൂടെയും ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നുണ്ട്. ആരെങ്കിലും കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യണമെങ്കിൽ മുഖ്യമന്ത്രിയും ചോദ്യം ചെയ്യട്ടെ. ഞങ്ങൾക്കൊരു വിരോധമില്ല ചോദ്യം ചെയ്തുകൊണ്ട്. അതുകൊണ്ട് എന്താ, അതൊക്കെ CPM നേതാക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. എൻ്റെ അടൂർ പ്രകാശാണ് സ്വർണം കവർന്നത്. സ്വർണം കവർന്നത് 2019 CPM കേരളം ഭരിക്കുമ്പോൾ, ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോൾ അവർ നിയമിച്ച ദേവസ്വം ബോർഡ്, ദേവസ്വം മന്ത്രിയുടെ അനുവാദത്തോടുകൂടി, അറിവോടുകൂടി ചെയ്ത സ്വർണ്ണ കവർച്ചയാണ്. ആരൊക്കെ ജയിലിൽ പോയത്? അറിയപ്പെടുന്ന CPM നേതാക്കളെല്ലാം ജയിലിൽ പോയി. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിൽ പോയി. ദേവസ്വം ബോർഡ് അംഗങ്ങൾ ജയിലിൽ പോയി. അറിയപ്പെടുന്ന CPM നേതാക്കളാണ് ജയിലിൽ പോയത്. അല്ലാതെ ഒരാളും ഇതുമായി ബന്ധപ്പെട്ടില്ല. കോടതി വളരെ വ്യക്തമാണല്ലോ. 2019 ഇതുണ്ടായത്. അതിനുശേഷം ഇതാരും പുറത്തറിഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ 2024 ഫേക്ക് അർജൻസി ഉണ്ടാക്കി, വ്യാജമായ അർജൻസി ഉണ്ടാക്കി വീണ്ടും ഇത് സ്വർണം പൂശാൻ കൊണ്ടുപോയി എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിച്ചത് കോടതിയാണ്. അപ്പൊ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരിന്റെയും കാലത്തുണ്ടായ ദേവസ്വം ബോർഡുകളാണ് ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തതെന്ന് ക്ലിയർ ആണ്. ഇനി അവർക്ക് എന്തെങ്കിലും തെളിവുകളോ എന്തെങ്കിലും അറിവോ ശേഖരിക്കണമെങ്കിൽ ആരെ വേണമെങ്കിലും വിളിച്ചോട്ടെ. എന്നെ വിളിച്ചാൽ ഞാനും പോവും, ഒരു കുഴപ്പമില്ല. എന്തിനാ ചർച്ച ചെയ്യണത്? ഡിമാൻഡാണ്, ചർച്ചയല്ലല്ലോ. ചർച്ചയൊക്കെ കഴിഞ്ഞു. ഡിമാൻഡാണ്. എന്താണ് ഞങ്ങളുടെ ഡിമാൻഡ്? ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം. അതെ അതെ, നേരത്തെ ഞങ്ങളിത് നോട്ടീസ് കൊടുത്തതാണ് നിയമസഭയിൽ. അന്ന് അനുമതി തന്നില്ല. അന്ന് കോടതിയിൽ ഇരിക്കുന്ന വിഷയമാണ്, ഇത് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ അനുമതി നിഷേധിച്ചാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ടീസ് കൊടുത്തപ്പോൾ. എന്നിട്ട് ഇപ്പൊ ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇനിയിപ്പോ ചർച്ചയുടെ ആവശ്യമില്ല. ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, ഗൗരവത്തോടു കൂടി ചർച്ച. ഇപ്പൊ എന്താ സംഭവം? ഇപ്പൊ എല്ലാ പ്രതികളും പുറത്തിറങ്ങാണ് അല്ലേ? ഹൈക്കോടതി, വിചാരണ കോടതിയും ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച കേസാണ്. സുപ്രീം കോടതി പറഞ്ഞ അയ്യപ്പന്റെ സ്വർണം കട്ടിട്ട് ഇങ്ങോട്ട് ജാമ്യത്തിന് വരുന്നു ചോദിച്ച കേസാണ് അത്. അവർക്ക് ആ ജാമ്യം കിട്ടില്ല. അപ്പൊ 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്ത ഒറ്റ കാരണം കൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടുക. ഇനി വിശദമായ കുറ്റപത്രം വേണ്ട, ഒരു പ്രാഥമികമായ കുറ്റപത്രം സമർപ്പിച്ചിരുന്നുവെങ്കിൽ ഈ പ്രതികൾ പുറത്തിറങ്ങില്ല. ഇപ്പോഴുള്ള പ്രശ്നം എന്താ? പ്രതികളെല്ലാം പുറത്തിറങ്ങുന്നു. തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടില്ല. അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റു എന്നാണ് കണ്ടെത്തൽ അല്ലെ? ഏത് കോടീശ്വരനാണ് വിറ്റത്? ആരുടെ അടുത്താണ് ഈ ദ്വാരപാലക ശില്പം ഇരിക്കുന്നത്? എന്നിട്ട് വ്യാജമായി കൊണ്ടുവച്ച ദ്വാരപാലക ശില്പമാണ് വീണ്ടും സ്വർണം പൂശാനും കക്കാനും പോയത്. വീണ്ടും 2024 ഗുരുതരമായ ആരോപണമാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? പ്രതികളെല്ലാം പുറത്തിറങ്ങുന്നു. തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടില്ല, കാര്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടില്ല. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തെളിവില്ലാതെ രീതിയിൽ അവസാനിക്കാൻ പോകുന്ന ഒരു ഉത്കണ്ഠ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉണ്ട്. അതാണ് ഞങ്ങൾ സമരത്തിലൂടെ പ്രതിഫലിപ്പിച്ചത്. ഞങ്ങൾ സമരത്തിലൂടെ പ്രതിഫലിപ്പിച്ച അതാണ്. അല്ല, കോടതി തന്നെ, വേറെ കോടതി തന്നെ പറഞ്ഞല്ലോ, ഈ SITയുടെ അന്വേഷണത്തിൽ ലാക്സിറ്റി ഉണ്ട്, മന്ദതയുണ്ട്, കുറവുകളുണ്ട്. വേണ്ടപ്പെട്ട ആളുകളെ വേണ്ട രീതിയിൽ സമയത്ത് അറസ്റ്റ് ചെയ്തിട്ടില്ല, അന്വേഷണം പോകുന്നില്ല എന്ന് ഹൈക്കോടതിയുടെ തന്നെ ഒരു സിംഗിൾ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ചോദിക്കേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് മുഴുവൻ സമയവും അന്വേഷണ പുരോഗതി സീൽ വെച്ച കവറിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് പറഞ്ഞത് ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നാണ്. യഥാർത്ഥത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെ അല്ലേ തള്ളിപ്പറയുന്നത്? അല്ല, ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ അത്. ഞങ്ങൾ പറഞ്ഞത് SITയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, അന്വേഷണം പോട്ടെ, കോടതിയുടെ നിയന്ത്രണത്തിലാണെന്നോ. ഇപ്പോഴാണ്, അന്ന് ഞങ്ങളൊരു ആരോപണം ഉന്നയിച്ചിരുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും മുഖ്യമന്ത്രിയുടെയും സമ്മർദ്ദം. ഇവരെല്ലാം ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. ഇവരുടെ മീതെ ഭയങ്കരമായ സമ്മർദ്ദം ഉണ്ട് എന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് അന്വേഷണത്തിൽ മന്ദതയുണ്ടായി എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അപ്പോഴും ഈ മറുപടി പറഞ്ഞു കോടതിയുടെ കീഴിലാണ്. പക്ഷേ ഹൈക്കോടതിയുടെ തന്നെ ഒരു ബെഞ്ച് ആ കാലഘട്ടത്തിൽ, ഈ അന്വേഷണ കാലഘട്ടത്തിൽ മന്ദത ഉണ്ടായി, അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ ഞാൻ ചോദിക്കട്ടെ, അല്ല ഞാൻ ചോദിച്ചോട്ടെ അല്ലല്ല ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഏത് ഡിവിഷൻ ബെഞ്ചായാലും അല്ല ആയിക്കോട്ടെ ഞാൻ അല്ല അപ്പൊ സിംഗിൾ ബെഞ്ചിനെ കുറിച്ചാണ് അങ്ങ് പറഞ്ഞത് അവര് തെറ്റിദ്ധരിപ്പിച്ചാണെന്ന്? ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ കുറിച്ചാണോ? നിങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ടിരുന്നാലേ ഞാൻ മറുപടി പറയട്ടെ. അല്ല നിങ്ങൾ എന്റെ ഇടയിൽ ചോദിക്കല്ലേ പ്ലീസ്. അതിനൊരു വേറെ ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഒരുമിച്ച് പറയാം. എല്ലാ ചോദ്യം കൂടി ഒരുമിച്ച് ചോദിക്കും. ഇനി വല്ലതും ഉണ്ടോ? അങ്ങ് ചോദിച്ചോ. അല്ലല്ല അങ്ങനെ ചോദിക്കാം. നിങ്ങൾ മാത്രമേ ചോദിക്കാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ ചില ചാനലുകളിൽ നിന്ന് കൈരളി പോലുള്ള ചില ചാനലുകളിലൊന്നും ശല്യപ്പെടുത്താൻ പറ്റില്ല. അല്ലല്ല അങ്ങനെ പറ്റില്ല, അങ്ങനെ പറ്റില്ല. വേറെ ആള് ചോദ്യം ചോദിക്കുന്നതിന്റെ പകുതിക്ക് വെച്ചാണ് അങ്ങ് വന്ന് ചോദിച്ചത്. അങ്ങനെ ചോദിക്കല്ലേ പ്ലീസ്. എല്ലാവർക്കും ഒരു അവകാശം ചോദിക്കും. അദ്ദേഹം 24-ന്റെ അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കെ പകുതി ആയപ്പോഴാണ് അങ്ങ് ഇടപെട്ട് ആ ചോദ്യം തടസ്സപ്പെടുത്തി ചോദിച്ചത്. അതല്ല, അത് ശരിയല്ല. അത് ശരി പറഞ്ഞോ. ഞങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട്. കാരണം എല്ലാ പ്രതികളും പുറത്തിറങ്ങാണ്, ജാമ്യം കിട്ടി. തൊണ്ടി മുതൽ ശേഖരിച്ചിട്ടില്ല. കേരളത്തിലെ ജനങ്ങളുടെ ഉത്കണ്ഠ ഞങ്ങളും പങ്കുവെക്കുന്നു. കോടതിയുടെ മുമ്പാകെ പങ്കുവെക്കുന്നു. കോടതിയുടെ കൺസേണും കൂടി ആവണത്. ഞങ്ങൾ കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കുന്നത്. എല്ലാ പ്രതികളും പുറത്തിറങ്ങുവാണ്. 90 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലാണ് ഈ പത്മകുമാർ രേഖ തിരുത്തി ചെമ്പാക്കിയതിന്റെ ഫോറൻസിക് എവിഡൻസ് എടുത്തത്. അപ്പൊ കഴിഞ്ഞ ഇത്രയും ദിവസം എന്തിനു വരുന്നു SIT? ഞങ്ങൾ SITയെ കുറിച്ച് ആദ്യമേ അവിശ്വാസം പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ എല്ലാ പ്രതികളും ഒരു കേസിൽ പുറത്തിറങ്ങുകയും കേസ് തൊണ്ടി മുതൽ പോലും ശേഖരിക്കാത്ത ഒരു സാഹചര്യം വന്നാൽ ഈ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കപ്പെടും എന്നുള്ള ഉത്കണ്ഠ കേരളത്തിലെ പ്രതിപക്ഷത്തിനുണ്ട്. അത് പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. തെളിവുകൾ നശിപ്പിച്ചാലോ? ഈ ഇറക്കുന്ന പ്രതികൾ തെളിവുകൾ നശിപ്പിച്ചാലോ? സാധാരണ എന്തിനാ ഇവരെ റിമാൻഡ് ചെയ്യുന്നത്? തെളിവുകൾ നശിപ്പിക്കാതിരിക്കാനാ. മാത്രമല്ല വിശദമായ ചാർജ് ഷീറ്റ് വേണ്ട. ഒരു പ്രാഥമിക ചാർജ് ഷീറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഈ ജാമ്യം കിട്ടില്ലായിരുന്നു അവർക്ക്. അത് കൊടുക്കായിരുന്നല്ലോ. ഇത്ര 90 ദിവസം അന്വേഷിച്ചിട്ട് ഒരു പ്രാഥമികമായ ചാർജ് ഷീറ്റ് പോലും കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതിന് ഗൗരവമുണ്ട്. ഞങ്ങളൊക്കെ കേസ് നടത്തിയിട്ടുള്ള അഭിഭാഷകരാ, ഞങ്ങൾക്കറിയാം. അത് ഗൗരവമുണ്ട്. അതിൻ്റെ 90 ദിവസമായിട്ട് പ്രാഥമികമായ ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. അത് ഗൗരവമാണ്. ഇവരെല്ലാം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ തെളിവുകൾ ബാക്കിയുണ്ടാവും. അതാണ് ജാമ്യം കിട്ടാനുള്ള അവസരം ഉണ്ടാക്കുകയാണ്. അകത്ത് കിടക്കുന്ന എല്ലാ CPM-കാരും പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കുകയാണ്. മാത്രമല്ല ഈ അന്വേഷണം മറ്റു വ്യക്തികളിലേക്ക് കൂടി പോകുന്നില്ല. എത്ര പ്രാവശ്യം കോടതി പ്രഷർ ചെലുത്തിയ പിന്നെയാണ് എല്ലാ ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്തത്? എന്തുകൊണ്ട് നിങ്ങൾ SITയോട് എത്ര പ്രാവശ്യം കോടതി ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരംഗത്തെ അറസ്റ്റ് ചെയ്തു, മറ്റൊരംഗത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല. ആരാ സംരക്ഷിച്ചത്? ഇതൊക്കെ അല്ലല്ല അത് കോടതി പറഞ്ഞല്ലോ. കോടതി പറയില്ല അറസ്റ്റെങ്കിലും രേഖപ്പെടുത്തട്ടെ എന്ന് ചോദിച്ചല്ലോ. ഹൈക്കോടതി തന്നെ പറഞ്ഞു എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് ആളെ അറസ്റ്റ് ചെയ്യാത്തത്. ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണമെന്ന് കോടതി പറഞ്ഞിട്ടും എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് ചെയ്തത്. അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി എത്ര പ്രാവശ്യം നോക്കി. തെരഞ്ഞെടുപ്പ് കാലത്ത് വേറൊരു കോടതി തന്നെ ഇത് നിരീക്ഷിച്ചിട്ട് പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് കാലത്ത് മന്ദതയുണ്ടായി അന്വേഷണത്തിന് എന്ന് പറഞ്ഞല്ലേ. ഹൈക്കോടതി തന്നെ പറഞ്ഞല്ലോ. ഞങ്ങൾ നിയമസഭയിൽ ആ വിഷയം ഉന്നയിച്ചു. പെരിയ കൊലക്കേസ് മാത്രമല്ല, പോലീസിനെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച് കോടതി 20 വർഷത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിച്ച ആൾക്ക് 1 മാസത്തിനുള്ളിൽ പരോളാ. അടുത്ത ആൾക്ക് വീണ്ടും പരോൾ കൊടുക്കുകയാണ്. 1000-ലധികം ദിവസം പരോളാണ് TP ചന്ദ്രശേഖര കേസിലെ പ്രതികൾക്ക് കൊടുത്തത്. എല്ലാ CPM ക്രിമിനലുകൾക്ക് ജയിലിൽ കിടക്കുന്നവർക്കും പരോൾ കൊടുക്കുകയാണ്. പരോളിന്റെ മാനദണ്ഡങ്ങൾ, അതിനൊരു ആക്ട് ഉണ്ട്, പ്രിസണേഴ്സ് മാനേജ്മെന്റ് ആക്ട്. ആ ആക്ടിലെ പ്രൊവിഷൻസ് വരെ ലംഘിച്ചുകൊണ്ട് എങ്ങനെയെല്ലാം സാഹചര്യത്തിൽ ആണ് പരോൾ കൊടുക്കേണ്ടതെന്നുണ്ട്, അതെല്ലാം ലംഘിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. 1000-ലധികം ദിവസം, 3 കൊല്ലത്തിലധികം പുറത്താ. ഇവരെ കുറിച്ച് പരാതിയും വന്ന് ഇവർ പുറത്തു വന്നിട്ട് പല ഷെയ്ഡി ഏർപ്പാടുകളും ചെയ്യുന്നു. പിന്നെ ഒരു DIG എല്ലാവരുടെ അടുത്ത് കാശ് മേടിച്ചിട്ട് പരോൾ കൊടുക്കുക. TP ചന്ദ്രശേഖര കേസിലെ പ്രതികൾ വരെ
1,80,000 രൂപ DIGക്ക് പൈസ കൊടുത്തതായിട്ട് ഉണ്ട്. എന്നിട്ട് പരോൾ മേടിക്കുക. എന്താണ് നടക്കുന്ന പോലീസിലും ജയിലിലും? ക്രിമിനൽ കേസിലെ പ്രതികളുടെ കയ്യിലേക്ക് ഇത്രയും പൈസ എങ്ങനെ വന്നു? 1,80,000 രൂപ TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതിയുടെ കയ്യിൽ അയച്ചു കൊടുക്കാൻ എവിടെ നിന്ന് പണം ഉണ്ടായി? എവിടെ നിന്നാണ് ഇത്രയും പണം ഉണ്ടായത്? അപ്പൊ ക്രിമിനലുകൾക്ക് കുട പിടിച്ചു കൊടുക്കുകയാണ്. അവിടെ അവർക്ക് ഇഷ്ടമുള്ള ഫോൺ, സിം കാർഡ്, ഇഷ്ടമുള്ള ഭക്ഷണം, ഇനി അവിടെ എയർ കണ്ടീഷൻ കൂടി ചെയ്തു കൊടുത്താൽ മതി ജയിലിൽ. അത്രയും സൗകര്യമാണ് ചെയ്തു കൊടുക്കുന്നത്. ആ മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ക്രിമിനലുകളെല്ലാം പുറത്തിറക്കുന്നത് വലിയ അപകടം ഉണ്ടാകും. വലിയ ഗൗരവമുള്ള ഒരു കാര്യമാണ് ക്രിമിനലുകൾക്ക് CPM പരോൾ കൊടുക്കുന്നത്. ഞങ്ങൾ ശക്തിയായ എതിർക്കുക. അതാണ് നിയമസഭയിൽ കൊണ്ടുവന്ന് എതിർത്തത്. ഒരു പോലീസിനെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് 1 മാസം ആകുന്നതിന് മുമ്പ് പരോൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, പോലീസിന്റെ മന്ത്രിയല്ലേ, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി. അതറിയില്ല, എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല, അന്വേഷിക്കപ്പെടേണ്ടതാണ്. മാത്രമല്ല, പിന്നെ രക്തസാക്ഷി ഫണ്ട്, ഇപ്പോൾ പയ്യന്നൂരിലെ ധനരാജ് രക്തസാക്ഷി ഫണ്ട്, അഭിമന്യു രക്തസാക്ഷി ഫണ്ട്, തിരുവനന്തപുരത്ത് ഇന്നലെ വിഷ്ണു രക്തസാക്ഷി ഫണ്ട്. വിഷ്ണുവിന്റെ കുടുംബം മുഴുവൻ കോൺഗ്രസിൽ ചേർന്നു. ഇത് വലിയ പാർട്ടിക്കാരാണ്. എന്താണ് ഈ രക്തസാക്ഷികളുടെ പേരിൽ പണം പിരിച്ചിട്ട് അത് അടിച്ചു മാറ്റുക. അടിച്ചു മാറ്റിയയാൾക്ക് നടപടി എടുത്തു ആദ്യം, പിന്നെ അയാൾക്ക് ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്ത് CITU ജില്ലാ സെക്രട്ടറി ആക്കിയ ഒരു മന്ത്രി മുൻകൈ എടുത്തിട്ട് ആ ആരോപണം ഉന്നയിച്ചിട്ടാണ് ആ കുടുംബം പോണ്. രക്തസാക്ഷികളുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ പിരിച്ച് ആ പൈസ അടിച്ചു മാറ്റുന്ന സ്ഥിതിയിലേക്ക് CPM ഇങ്ങനെ തരം താഴണോ? ഗൗരവമുള്ള കേസല്ലേ? ആ രക്തസാക്ഷിയുടെ അനുജനൊക്കെ വന്ന് സംസാരിച്ചത് കേട്ട് കഴിഞ്ഞാൽ എന്താണ് പയ്യന്നൂരിലുണ്ടായത്? ഇതേ സംഭവമല്ലേ? എന്നിട്ട് അവർക്കെതിരായിട്ട് വധഭീഷണിയാണ്. പാർട്ടിയുടെ തെറ്റായ നയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾക്കെതിരായി വധഭീഷണിയാണ്. ക്രിമിനലുകൾ ഇറങ്ങി പ്രകടനം നടത്തുവാണ്. കണ്ടീഷണലായിട്ട് പരോളിൽ ഇറങ്ങുന്ന ക്രിമിനൽ കേസിലെ പ്രതി എങ്ങനെയാണ് CPMന്റെ പ്രകടനത്തിൽ പങ്കെടുക്കുന്നത്? എന്തും നടക്കാമെന്നുള്ള സ്ഥിതിയിലേക്ക് കേരളം പോവുക. അത് സമ്മതിക്കില്ല. പ്രതിപക്ഷത്തിനെതിരെ ഒന്നും പറയില്ല, എനിക്കെതിരെ വ്യക്തിപരമായിട്ട് പറഞ്ഞു. അത് സാരമില്ല. അത് നമ്മള് എങ്ങനെ അത് വ്യക്തിപരമായി എനിക്കെതിരെയല്ലേ, പ്രതിപക്ഷത്തിനെതിരെയല്ല, UDF-നെതിരെ ഒന്നും അവർ പറഞ്ഞില്ല. അത് അവർക്ക് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്കെതിരായിട്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് മുഴുവൻ എന്നെ ഇഷ്ടമാവോ? എന്നെ ഇഷ്ടമാണെന്നാണ്. എന്നെ ഇഷ്ടമാകത്തില്ലെങ്കിൽ എനിക്കെതിരെ ചിലപ്പോൾ പറയും. വ്യക്തിപരമായിട്ടാണ് എന്നെ വിമർശിച്ചത്. അല്ല, എന്നെ വ്യക്തിപരമായിട്ടാണ് വിമർശിച്ചിരിക്കുന്നത്. അല്ലാതെ ഞങ്ങളുടെ പ്രസ്ഥാനത്തെയോ കോൺഗ്രസിനെയോ UDF-നെ ഒന്നും അല്ല വിമർശിച്ചത്. എന്നെ വ്യക്തിപരമായിട്ടാണ്. ചിലപ്പോൾ എൻ്റെ സ്വഭാവം ഇഷ്ടമല്ലായിരിക്കും, ചിലപ്പോൾ എന്നെ കാണുന്നത് ചിലർക്ക് ഇഷ്ടമല്ലായിരിക്കും. അത്രയേ ഉള്ളൂ. ഞാൻ അങ്ങനെ കരുതുന്നുള്ളൂ. അത് സാരമില്ല. ഞാനത് ക്ഷമിച്ചെന്നേ. ഞാൻ അവരെ തിരിച്ചൊന്നും പറഞ്ഞില്ല, മോശമായിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങനെയൊന്നും കാണുന്നില്ല. എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് അവരെന്നെ വിമർശിച്ചു. അങ്ങനെ വിമർശിക്കാൻ പാടില്ലേ? ഞാൻ അതിൽ അസഹിഷ്ണുത കാട്ടുന്നത് എന്തിനാ? ഞാൻ എന്നിട്ട് തിരിച്ചു പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അവരെല്ലാം നല്ല പ്രായമുള്ള ആളുകളാണ്, വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളാണ്. ഞാൻ അവരെ കുറിച്ച് മോശമായിട്ട് ഒരു വാക്കും ഞാൻ പറയില്ല, ഒരു വാക്കും പറയില്ല. പക്ഷെ ആര് വർഗീയത പറഞ്ഞാലും ആര് വർഗീയത പറഞ്ഞാലും അത് പറയാൻ പറ്റില്ല എന്ന് പറയും. വർഗീയത പറയാൻ പറ്റില്ല എന്ന് പറയും. അത്രയില്ല, അതിന്റെ അപ്പുറത്തൊന്നുമില്ല. പറയട്ടേന്ന്, അത് എന്നെ ഇഷ്ടമല്ലെന്ന്. എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണെന്നുണ്ടോ? നമ്മളെ ഒരാൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അസഹിഷ്ണുത. നമ്മളൊരാൾ വിമർശിച്ചു, മുഖ്യമന്ത്രിയെ ഞങ്ങളെ എത്ര പ്രാവശ്യം വിമർശിക്കുന്നുണ്ട്, മന്ത്രിമാരെ നമ്മൾ വിമർശിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിനെ ആരെങ്കിലും വിമർശിക്കാൻ പാടില്ല. പ്രതിപക്ഷ നേതാവിന്റെ വിമർശനത്തിന് അതീതനായിട്ട് ആളാണോ? ഞാൻ അങ്ങനെ അസഹിഷ്ണുതയൊന്നും കാണിക്കില്ല. നമ്മളെ വിമർശിച്ചാൽ നമ്മൾ നോക്കും, ശരിയാണെന്ന് നോക്കും. ഏത് കാര്യത്തിലാണ് വിമർശിക്കണമെന്ന് മനസ്സിലായ കറക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കറക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റും, അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചാണെന്ന്. അത്രയേ ഉള്ളൂ. അല്ല, ഇതിപ്പോ അങ്ങനത്തെ കാര്യമൊന്നും അവര് പറഞ്ഞില്ലല്ലോ. അവര് ഞാൻ ശരിയല്ലെന്നല്ലേ പറഞ്ഞില്ല. അത് ഞാൻ എങ്ങനെ കറക്റ്റ് ചെയ്യണത്? അതാണ് വൈരുദ്ധ്യവും വിരോധാഭാസം എന്നൊക്കെ പറയുന്നത്. അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച് ജയിലിൽ കിടക്കുന്ന പ്രതികൾക്കെതിരായിട്ട് ഒരു അച്ചടക്ക നടപടിയില്ല. രക്തസാക്ഷി ഫണ്ട് പാർട്ടി നേതാക്കന്മാര് കട്ട് എടുത്തു എന്ന് ആരോപണം ഉന്നയിച്ച പാർട്ടി നേതാവിനെതിരായി നടപടി. ഇതാണ് ഇന്നത്തെ CPM.
ഇതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം. CPO-നെ അറിയുള്ളൂ, അത് കറക്റ്റായിട്ട് CPO-നെ അറിയുള്ളൂ. ആണ് ഇപ്പോഴത്തെ അതാണ് വൈരുദ്ധ്യാത്മകമാണ് സംഭവം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെടുത്ത് കട്ടെടുത്ത് നടപടി എടുക്കുന്നില്ല, കട്ടത് വിമർശിച്ച. പണ്ട് ഏതാണ്ട് LDF-ന്റെ ഒരു പ്രകടന പത്രിക പണ്ട് ഞാൻ വായിച്ചപ്പോൾ വിസിൽ ബ്ലോവേഴ്സിന് സംരക്ഷണം കൊടുക്കുന്നുണ്ട്. അതായത് ഈ വലിയ കളവുകളും കൊള്ളയൊക്കെ നടന്നത് പുറത്തറിയിക്കുന്ന ആളെയാണ് വിസിൽ ബ്ലോവർ എന്ന് പറയുന്നത്. ശരിക്കും കുഞ്ഞികൃഷ്ണൻ ഒരു വിസിൽ ബ്ലോവറാണ്. കാരണം അവിടെ നടന്നൊരു കൊള്ള പുറത്തു കൊണ്ടുവന്ന ആളാ. വിസിൽ ബ്ലോവറിന് സംരക്ഷണമല്ല, കണക്ക് പുറത്താണ് വിസിൽ ബ്ലോവർ. ആരാ? അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ദേശീയ അല്ല, പാർട്ടി ദേശീയ സമിതി ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. MP-മാരുടെ കാര്യമല്ലേ. അവർ മാത്രമല്ല, അവരെല്ലാം വർക്കിംഗ് കമ്മിറ്റി മെമ്പറും മുതിർന്ന നേതാക്കളുമാണ്. കേരള നേതൃത്വം അല്ലാതെ തീരുമാനിക്കുന്നത്. അല്ല, കേരള നേതൃത്വം അല്ല തീരുമാനിക്കുന്നത്. I am not a competent person to answer that question. അത് അതിന്റെ അന്തിമഘട്ടത്തിലാണ്. അല്ല, വിന്നബിലിറ്റി അവര് പാർട്ടിക്കും നാടിനും ചെയ്തിരിക്കുന്ന സേവനങ്ങൾ അങ്ങനെ എല്ലാം പരിഗണിക്കും. വിന്നബിലിറ്റിയും പരിഗണിക്കും. നോക്കുന്ന ആളെ കൊണ്ട് ആരെങ്കിലും നിർത്താൻ നോക്കുക? ജയിക്കുന്ന ആളെയല്ലേ നമ്മൾ നിർത്താൻ നോക്കുള്ളൂ. അല്ല, അവര് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു തെരഞ്ഞെടുപ്പിൽ. ആ പിന്തുണ അവർ ഇപ്രാവശ്യം നടത്തിയാലും ഞങ്ങൾ സ്വീകരിക്കത്തുള്ളൂ. അത് പ്രഖ്യാപിക്കും ഞങ്ങൾ. ഓരോ ഘട്ടത്തിലായിട്ട് പ്രഖ്യാപിക്കും. ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് ഓരോന്നോരോന്നായിട്ട് പല സ്ഥലങ്ങളിലായി ഈ ജാഥ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട പദ്ധതികൾ പ്രഖ്യാപിക്കും. ജാഥ തീരുമ്പോഴേക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വരും. ഞാൻ അതിനെ സംബന്ധിച്ച എല്ലാ ആൻസറും പറഞ്ഞു കഴിഞ്ഞു. പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല. വലിയ ഒരു കൺഫ്യൂഷൻ പല സ്ഥലത്തും ഉണ്ട്. ചില സ്ഥലത്ത് BLO-മാര് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങൾ ഇതിന്റെ ഇറഗുലാരിറ്റീസ് മുഴുവൻ ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനും ജില്ലാ ഇലക്ടറൽ ഓഫീസർമാർ, ജില്ലാ കളക്ടർമാരും അവരെ ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. അവർ വേണ്ട ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും പല സ്ഥലത്ത് ഇപ്പോൾ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസീസ് വന്ന ആളുകളെ ഹിയറിങ്ങിന് വിളിക്കാതെ അവിടെ വീടുകളിൽ പോയി തിരുത്തണമെന്നാണ്. പല BLO-മാർ അത് ചെയ്യുന്നില്ല. കുറേ പേര് നന്നായി ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ BLO-മാരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവർക്ക് അമിതമായ ജോലിഭാരമാണ്. കുറേ ആളുകൾ ചെയ്യുന്നുണ്ട്, കുറേ ആളുകൾ ചെയ്യുന്നില്ല. അപ്പോൾ ചെയ്യാത്ത സ്ഥലങ്ങൾ എവിടെയാണ് എന്ന് അന്വേഷിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം കൂടി ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ അർഹതയുള്ള വോട്ടർമാർ പുറത്തു പോകാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ടാണല്ലോ നമ്മൾ SIR-നെ നമ്മൾ ആദ്യം മുതലേ വിമർശിച്ചിരുന്നത്. ഇപ്പോഴും അത് പൂർണ്ണമായ രീതിയിലല്ലാതെ നടപ്പാകുന്നത്. ഇനിയും വോട്ടർമാർ പുറത്തു പോകുമോ എന്നുള്ള ഉത്കണ്ഠ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്.